ചരിത്രമുറങ്ങുന്ന മണ്ണ്. പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ പച്ച പുതച്ചൊരു പ്രദേശം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കാളികാവിനടുത്ത് അടയ്ക്കാക്കുണ്ട് എന്ന സ്ഥലത്ത് ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD ശ്രീ KV മുരളീധരൻ നിർമ്മിച്ച ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വീട് കാണാം ഇന്ന്. ശ്രീ ജോമി ജോർജ്, ശ്രീമതി ബിറാഡ ദമ്പതികളുടെ 4 കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച വീടിന്റെ വിശേഷങ്ങൾ കാണാം ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ. ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ KV മുരളീധരൻ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തെ പറ്റി അറിയുന്നത്. അതിന് ധാരാളം പടങ്ങൾ ഇതിനകത്ത് കണ്ടു. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് ഫോണിൽ കൂടി ബന്ധപ്പെട്ടു, നേരിട്ട് അവിടെ ചെന്ന് കണ്ടു. അവർ പണിത ഒരുപാട് നിർമ്മിതികൾ ഞങ്ങൾ പോയി കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു മോഡൽ, ഒറ്റ നില വേണ്ട, ഒരു 2 നില ആയിക്കോട്ടെ എന്ന് ചെയ്തിട്ട് ഞങ്ങൾ മുരളി സാറിനോട് പറഞ്ഞു 2 നിലയുടെ ഒരു പ്ലാൻ വരച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഈ പല 2-3 പ്ലാൻ വരച്ചത് ഈ പ്ലാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങളിതിൻ്റെ കട്ടയ്ക്ക് ബിൽഡിംഗ് ഡിസൈനേഴ്സ് സാധാരണ എടുക്കാറുള്ള ഇൻ്റർലോക്ക് ബ്രിക്സാണ് എടുത്തത്. 2 നിലപ്പര, ഇവിടെ പലരും വന്ന് ചോദിച്ചു 2 നിലപ്പര ഒക്കെ പണിയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. വളരെ ഫീലിംഗ് നാട്ടുകാർക്കായിരുന്നു. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ ഇവരുടെ അനവധി നിർമ്മിതികൾ പോയി കണ്ടിട്ടുള്ളതിൽ എനിക്ക് നല്ല ധൈര്യമായിരുന്നു. വിസ്താരമുള്ള നീളമുള്ള ഒരു വരാന്തയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യം കണ്ണിലുടക്കുന്നത് ഈ 2 പില്ലറുകൾ തന്നെയാണ്. സ്ക്വയർ ടൈപ്പിൽ നൽകിയിരിക്കുന്ന ഈ പില്ലറുകൾക്ക് ക്ലാഡിംഗ് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ബോർഡറിലായിട്ട് നമ്മുടെ ഗ്രാനൈറ്റ് പീസ് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്ലോസി ഫിനിഷിംഗ് വരുന്ന ഒരു ടൈല് ഫ്ലോറിൽ വിരിച്ചപ്പോൾ ബോർഡറിനായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് സ്റ്റെപ്പുകൾക്കും നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. വാളിന് കൊടുത്തിരിക്കുന്ന ഐവറി ഷെയ്ഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വുഡൻ കളർ ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഡിസൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചുറ്റോട് ചുറ്റും LED ലൈറ്റുകൾ കൂടി കൊടുത്തത് ഈ ഒരു ഏരിയയെ വളരെ മനോഹരമാക്കും. പ്രധാന വാതിലിന് നേരെ ഓപ്പോസിറ്റായി 2 മനോഹരമായ ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലർ കം ഷോവാൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ 2 പില്ലറുകൾക്ക് നടുവിലായിട്ട് ഒരു ചെറിയ പോക്കറ്റ് കൊടുത്ത് അതിൽ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചതും നമുക്ക് കാണാം. ഈ വീടിന്റെ കിണറാണിത്. സാധാരണ നമ്മൾ കാണുന്ന സർക്കിൾ ഷേപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെമി സർക്കിളിലാണ് ഇവിടെ കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ പോർഷൻ ഉണ്ടായിരുന്ന ഈ കിണറിന്റെ ഒരു സൈഡ് സ്ലാബ് ഇട്ട് വാർത്ത് അതിപ്പോ മുറ്റത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾക്ക് നേരെ ഓപ്പോസിറ്റായി സജ്ജീകരിച്ചിരിക്കുന്ന കിണറിനോട് ചേർന്നിട്ടുള്ള ഒരു റാമ്പാണിത്. ബ്ലാക്ക് കളർ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വീട് നിർമ്മാണത്തിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് സ്റ്റീലിന്റെയും GIയുടെയും ഉപയോഗം. ഇവിടെ ഈ വീടിന്റെ പ്രധാന വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. എല്ലാ ജനലുകളും ഷട്ടറുകളും നിർമ്മിച്ചിരിക്കുന്നത് GI കൊണ്ടും. സിറ്റ് ഔട്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ജനലുകളൊക്കെ എല്ലാം തന്നെ വുഡൻ ഫിനിഷിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് വിസ്താരമുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. വാളിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്.
സൈസിൽ വരുന്ന വൈറ്റ് കളർ ടൈലാണ് ഈ ഒരു ഹാൾ ഏരിയ മുഴുവനായിട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തെ ലൈറ്റിംഗ് നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ വാളാണിത്. മൾട്ടിവുഡിൽ നിർമ്മിച്ച് വുഡൻ മൈക്കോ കൊണ്ടാണ് ഇതിന്റെ ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ മുകളിലേക്കുള്ള നമ്മുടെ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും GIയുടെ ഫ്രെയിമിലാണ് ഈ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റെപ്സ് എല്ലാം തന്നെ ഇവിടെ വുഡാണ് നമ്മുടെ ഓണർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ഇവിടെ നമുക്ക് കാണാം GIയുടെ CNC കട്ടിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെയറിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഈ പാസേജിൽ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോർ കം വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ പാസേജിൽ നിന്ന് എൻട്രി വരുന്ന രീതിയിൽ താഴത്തെ നിലയിലെ കോമൺ ബാത്റൂം ഈ ഒരു വശത്തായിട്ടാണ് വരുന്നത്. 10-12 സൈസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ഫോർമൽ ലിവിംഗ് റൂം ആണിത്. TV ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൂമിൽ തന്നെയാണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് വിസ്താരമുള്ള ഒരു വലിയ ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് താഴത്തെ നിലയിലെ 2 കിടപ്പുമുറികളിലേക്കുമുള്ള ഡോർ ആക്സസ് നൽകിയിരിക്കുന്നത്. 13-16 സൈസിലാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഫ്രഞ്ച് വിൻഡോസ് ആണ്. പന്ത്രണ്ട് സൈസിലാണ് രണ്ടാമത്തെ കിടപ്പുമുറി താഴത്തെ നിലയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിടപ്പുമുറിയും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടി തന്നെയുള്ളതാണ്. എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മുടെ വാഷ് ഏരിയയും അതുപോലെ ഇൻവെർട്ടർ ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളും എലഗന്റുമായിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് ഡൈനിങ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ലൈറ്റും സീലിംഗ് ഫാനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ മാതൃകയിലാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മുടെ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള സ്റ്റോറേജ് യൂണിറ്റുകളാണ് അടുക്കളയിൽ മുഴുവനായി നൽകിയിരിക്കുന്നത്. പതിനൊന്ന് 14 സൈസിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കിച്ചണിന് നമ്മൾ ഇതുവരെ കണ്ട ടൈലിൽ നിന്നും വ്യത്യസ്തമായി മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രേ കളറിലുള്ള ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് വരുന്ന വർക്ക് ഏരിയയിലും ഇതേ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇനി മുകളിലെ വിശേഷങ്ങളിലേക്ക്. സ്റ്റെയർ കയറി എത്തുന്ന ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഇരിപ്പിട സൗകര്യം കൊടുത്തിട്ടുണ്ട്. പെബിൾ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്സ് എല്ലാം വുഡാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വുഡൻ ഫിനിഷിംഗ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ എത്തുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ്. 2 കിടപ്പുമുറികളാണ് മുകൾ നിലയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കിടപ്പുമുറിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ട്രസ് വർക്കിന് താഴെ ജിപ്സം ഫാൾ സീലിംഗ് ചെയ്തത് ഉടമസ്ഥന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള മച്ചിന്റെ ഡിസൈനാണ്. മുകൾ നിലയിലെ 2 കിടപ്പുമുറികൾക്കും വേണ്ടി ഒരൊറ്റ കോമൺ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ കണ്ട ഈ ആദ്യത്തെ കിടപ്പുമുറിയോട് ചേർന്ന് തന്നെയാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട ആദ്യത്തെ കിടപ്പുമുറിയോട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി സ്പേസിലേക്കുള്ള ഡോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രധാന വാതിലിന് നൽകിയതുപോലെ തന്നെ സ്റ്റീൽ ഡോർസ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ 3 പാളിയുടെ വലിയ വിൻഡോസും ഇവിടെ നൽകിയിരിക്കുന്നു. ബാൽക്കണി ഏരിയയുടെ നേരെ ഫ്രണ്ട് ഏരിയയിലായിട്ട് കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ഏരിയ വീടിന്റെ എക്സ്റ്റീരിയറിന് നൽകുന്ന മനോഹാരിത ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ബോക്സ് ഡിസൈനും അതിന് മുകളിലായിട്ട് നൽകിയിരിക്കുന്ന ഇന്റർലോക്ക് ബ്രിക്സ് ടെറാക്കോട്ട പെയിന്റ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നതും എല്ലാം തന്നെ എക്സ്റ്റീരിയറിനെ മനോഹരമാക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഹാൻഡ് റീലും അതുപോലെ താഴെയുള്ള ഈ ഗ്ലാസ് പോർഷനും എല്ലാം തന്നെ വേറിട്ടൊരു ഭംഗി വീടിന് നൽകുന്നുണ്ട്. മുകൾ നിലയിലെ രണ്ടാമത്തെ കിടപ്പുമുറിയാണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്ന ജോയച്ചായന് കൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ടെറസ് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ ഇതുപോലെ തന്നെ ഇവിടെ നിലനിർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ റൂഫ് ട്രസ് വർക്ക് ആണെന്നുള്ളത്. അപ്പൊ വാട്ടർ ടാങ്ക് വെക്കുന്നതിനായിട്ടുള്ള ഒരു ജിഐയുടെ സ്റ്റാൻഡ് നൽകിയിരിക്കുന്നതും ഇവിടെ ഓപ്പൺ ടെറസിൽ തന്നെയാണ്. എൻ്റെ പേര് ജോയി, ജോർജ് തോമസ് എന്നാണ്. പിന്നെ എൻ്റെ മകൻ്റെ വീട്, ചെറിയ മകൻ്റെ വീടാണിത്. ഞങ്ങളിപ്പോൾ ഇതിൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടൊരു വർഷത്തോളമായി. പിന്നെ മകൻ്റെ പേര് ജോമി ജോർജ്, അവർ കുവൈറ്റിലാണ്. പിന്നെ ഇത് ഭാര്യ ജാൻസി. പിന്നെ ഇതിൽ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ കെ വി മുരളീധരൻ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തെ പറ്റി അറിയുന്നത്. അതിന് ധാരാളം പടങ്ങൾ ഇതിനകത്ത് കണ്ടു. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് ഫോണിൽ കൂടി ബന്ധപ്പെട്ടു, നേരിട്ട് അവിടെ ചെന്ന് കണ്ടു. അവർ പണിത ഒരുപാട് നിർമ്മിതികൾ ഞങ്ങൾ പോയി കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു മോഡൽ, ഒറ്റ നില വേണ്ട, ഒരു 2 നില ആയിക്കോട്ടെ എന്ന് ചെയ്തിട്ട് ഞങ്ങൾ മുരളി സാറിനോട് പറഞ്ഞു 2 നിലയുടെ ഒരു പ്ലാൻ വരച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഈ പല 2-3 പ്ലാൻ വരച്ചത് ഈ പ്ലാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ ആ പണിക്കാരെല്ലാം വന്ന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയി. തറ കെട്ടി ഉടനെ തന്നെ ബെൽറ്റ് വാർത്തു, ഉടൻ തന്നെ കട്ട കൊണ്ടുവന്നു. അതിൻ്റെ പണികളെല്ലാം മുറപോലെ ആ പിന്നെ എന്താണ് നമ്മുടെ പിന്നെ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടായില്ല. 14 മാസം കൊണ്ട്, അത് ഞങ്ങളുടെ നിന്നൊരു ശകലം ഡിലേ കൊണ്ട് 14 മാസത്തെ സമയമെടുത്തു ഇത് പണി തീരാൻ. അവരാ പറഞ്ഞ എസ്റ്റിമേറ്റ് തന്നെ ആ പണി തീരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. നല്ല പിന്നെ ജനൽ വേണം, വലിയ ടൈല് വേണം, അതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ ഹാൻഡ് മെയ്ഡ് മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പം അവിടുന്ന് എമൗണ്ട് വിട്ടുപോയി. നല്ല പണിക്കാരായിരുന്നു, നല്ലൊരു സൂപ്പർവൈസറെ കിട്ടി. പിന്നെ അപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് മൂപ്പര് ഇതെല്ലാം കണ്ടുപോയി നോക്കി പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളിതിൻ്റെ കട്ടയ്ക്ക് ബിൽഡിംഗ് ഡിസൈനേഴ്സ് സാധാരണ എടുക്കാറുള്ള ഇന്റർലോക്ക് ബ്രിക്സാണ് എടുത്തത്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ മുറ്റത്ത് കിടന്ന് മഴ നനഞ്ഞും വെയിൽ കൊണ്ടും കിടന്നിട്ട് ആ കട്ടയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. 2 നിലപ്പര, ഇവിടെ പലരും വന്ന് ചോദിച്ചു 2 നിലപ്പര ഒക്കെ പണിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. വളരെ ഫീലിംഗ് നാട്ടുകാർക്കായിരുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, കാരണം ഞാൻ ഇവരുടെ അനവധി നിർമ്മിതികൾ പോയി കണ്ടിട്ടുള്ളതിൻ്റെ പേരിൽ എനിക്ക് നല്ല ധൈര്യമായിരുന്നു. ഏതായാലും അത് കയറി ഇപ്പോൾ ഹാപ്പിയായിട്ട് താമസിക്കുന്നു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്കും എല്ലാവരും കുടുംബത്തിൽപ്പെട്ടവർക്കും എല്ലാവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. 2586 സ്ക്വയർ ഫീറ്റിൽ 4 കിടപ്പുമുറികളോടുകൂടി ശ്രീ ജോമി ജോർജ് ശ്രീമതി മിറാണ്ട ദമ്പതികളുടെ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഈ വീടിന് 43 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ഇന്റർലോക്ക് ബ്രിക്സ് വേവാത്ത കട്ടയല്ലേ, അത് പൊട്ടിപ്പോവുമോ പൊടിഞ്ഞു പോവുമോ എന്നുള്ള ആകുലതകളെല്ലാം തന്നെ ജോയ് ചേട്ടൻ ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഇപ്പോൾ അദ്ദേഹം 2 നിലയുള്ള ഈ വീട് പണിയുകയും ചെയ്തു. ഇനി ആർക്ക് വേണമെങ്കിലും ധൈര്യമായി ഇന്റർലോക്ക് ബ്രിക്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഹാപ്പി കസ്റ്റമറാണ് അദ്ദേഹം. ഈ ഹാപ്പി കസ്റ്റമറിന്റെ ഈ ഹാപ്പി വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കോസ്റ്റ് എഫക്റ്റീവ് വീടുമായി കാണുന്നതുവരെ ദിസ് ഇസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.